ഉത്രാടപ്പാച്ചിൽ വായാനുള്ള മനുഷ്യനാണ് ഇവിടെ വെള്ളം നിറച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കണം. അത് ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കാറുള്ളത്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അറിഞ്ഞപ്പോൾ കിലുവിന് കാര്യം മനസ്സിലായിട്ടുള്ളൊരു ചിണുക്കത്തിലാണ്. ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഉള്ളത് ക്ലബ്ബിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് നേരെ വീട്ടിൽ വന്ന് കിലുവിനെയൊക്കെ ഒന്ന് ഉറക്കി കിടത്തിയതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ രാത്രി ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞിട്ട് മെയിൻ പാച്ചിലൊന്നും ഉണ്ടാവാറില്ല. അച്ഛനും അമ്മയാണ് പാച്ചിലിൻ്റെ ആൾക്കാർ. അവരാണ് മുഴുവൻ പർച്ചേസും ചെയ്യുക. ഞങ്ങൾ പിന്നെ അവർക്കുള്ള ഡ്രസ്സ് വാങ്ങുക. പിന്നെ അച്ഛനും അമ്മയും മറന്നുപോയി എന്തെങ്കിലും 1-2 ഉരുളക്കിഴങ്ങ്, ഉള്ളിയോ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയ കേസുണ്ടെങ്കിൽ അത് മാത്രമേ വാങ്ങാറുള്ളൂ. ഇതിപ്പോൾ അമ്മയ്ക്കാട്ടോ ചുരിദാർ നോക്കുന്നത്. ഇപ്പം അമ്മ ചുരിദാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തെ വട്ടം ഞാൻ വന്ന് പോകുമ്പോൾ അമ്മേനോട് ഇങ്ങനെ ചുമ്മാ പറഞ്ഞു, അമ്മയ്ക്ക് ചുരിദാർ ഇട്ടൂടെ അമ്മേന്ന്. അത് കേട്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല, അമ്മ എന്തായാലും ചുരിദാർ ആക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛന് ഷർട്ട് എടുത്തു. പിന്നെ അതാ മറന്നുപോയ 1-2 പച്ചക്കറികൾ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. അമ്മയും അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്രാടപ്പാച്ചിലൊന്നും അത്ര വലിയ പാച്ചിലായിട്ട് തോന്നാറില്ല. എല്ലാവരും ചെയ്തോളും. ഞങ്ങൾ ഇപ്പോഴും കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് പിന്നെ കാണാം.